ഹായ് ഓൾ, ഇന്ന് നമ്മൾ പ്രാക്ടിക്കൽ ജോമെട്രി ആണ് നോക്കുന്നത്. പ്രാക്ടിക്കൽ ജോമെട്രിയിൽ ആദ്യം നമുക്ക് ട്രയാങ്കിളിനെ പറ്റി പഠിക്കാം. ട്രയാങ്കിൾ നമ്മൾ എങ്ങനെ വരയ്ക്കുക? ഒരു മൂന്ന് മെഷർമെന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്നാണ് പറയാം. മൂന്ന് മെഷർമെന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ നമുക്ക് എത്ര മെഷർമെന്റ് വേണ്ടി വരും? 4 മെഷർമെന്റ് മതിയോ? 4 മെഷർമെന്റ് ഇനഫ് ആണോ ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ? പോരാ, നമുക്ക് 5 മെഷർമെന്റ് എങ്കിലും വേണം. 5 മെഷർമെന്റ് തന്നാൽ നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ പറ്റും എന്നാണ് പറയാം. 5 മെഷർമെന്റ് ആണെങ്കിൽ നമുക്ക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ പറ്റും. ഈ ചാപ്റ്ററിൽ നമ്മൾ ക്വാഡ്രിലാറ്ററൽസ് വരയ്ക്കാനാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കേസസ് നോക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസിന്റെ ഓരോ കേസസ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? when 4 sides and 1 diagonal are given, 4 സൈഡും അതിന്റെ ഒരു ഡയഗണലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതേപോലെ when 2 diagonals and 3 sides are given, 2 ഡയഗണലും 3 സൈഡും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. when 2 adjacent sides and 3 angles are given, 2 അടുത്തടുത്തുള്ള സൈഡും തന്നിട്ടുണ്ട്, അതിന്റെ 3 ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. when 3 sides and 2 included angle are given, 3 സൈഡും അതിന്റെ 2 ഇൻക്ലൂഡഡ് ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ആൻഡ് വെൻ അതർ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ആണ്, നമുക്ക് റെക്ടാങ്കിളിനും സ്ക്വയറിനൊക്കെ ഓരോ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് അറിയാലോ. അതേപോലെ ഏത് ക്വാഡ്രിലാറ്ററലാണോ അതിന്റെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് തന്നാൽ നമുക്ക് വരയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. വെൻ 4 sides and 1 diagonal are given, ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Construct quadrilateral PQRS where PQ equal to 4 cm, QR equal to 6 cm, RS equal to 5 cm, PS equal to 5.5 cm and PR equal to 7 cm. അപ്പം ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, അതിന്റെ 4 സൈഡ് തന്നിട്ടുണ്ട്. PQ, QR, RS and PS. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? PR എന്ന് പറയുന്നത് എന്താ? ഡയഗണൽ ആണ്. ഇങ്ങനത്തെ കേസിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? എല്ലാ കേസിലും റഫ് സ്കെച്ച് വരച്ചു വയ്ക്കും. അപ്പം PQRS നമുക്ക് PQ എത്രയാണെന്നുള്ളത്? PQ ഈക്വൽ ടു 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. QR എത്രയാണെന്നുള്ളത്? QR 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. RS എത്രയാ? RS 5 ആണ് തന്നിട്ടുണ്ട്. PS എത്രയാ? PS എന്ന് പറയുന്നത് 5.5 ആണ് തന്നിട്ടുണ്ട്. PR എത്രയാ തന്നിട്ടുള്ളത്? PR എത്രയാ? 7. PR എന്ന് പറയുന്ന ഡയഗണല് PQRS പറയുന്ന ക്വാഡ്രിലാറ്ററിനെ 2 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 2 ട്രയാങ്കിൾസ് വെച്ചിട്ട് നമുക്ക് ഈ ഫിഗർ വരച്ചുണ്ടാക്കാന്നാണ് പറയുന്നത്. ആദ്യം നമുക്ക് PR വരയ്ക്കാം. ഡ്രോ PR ഈക്വൽ ടു 7 സെന്റിമീറ്റർ. ആദ്യം നമ്മൾ അത് വരച്ചു വെച്ചു. PR ഈക്വൽ ടു 7 സെന്റിമീറ്റർ നമ്മൾ വരച്ചു. പിന്നെ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ആർക്ക് 5.5 from P and 5 from R. ആർക്ക് വരയ്ക്കാം. 5.5 സെന്റിമീറ്റർ ഫ്രം P. Pന്ന് 5.5 സെന്റിമീറ്ററിൽ നമ്മൾ ആർക്ക് വരച്ചു. ആറിന് എത്രയാ? 5 സെന്റിമീറ്ററിൽ ആർക്ക് വരച്ചു. അത് രണ്ടും മീറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യും? കണക്ട് P and R to S. P-നെ R-നെ S-ലേക്ക് കണക്ട് ചെയ്യാം. P-നെ കണക്ട് ചെയ്യാം, R-നെ കണക്ട് ചെയ്യാം. ഇത് S. അപ്പം ആ ട്രയാങ്കിളായി. ഇനി അടുത്ത ട്രയാങ്കിൾ, അത് നമ്മൾ എന്ത് ചെയ്യും? ഡ്രോ ആർക്ക് PQ equal to 4 cm from P and QR equal to 6 cm from R. ഇവിടുന്ന് PQ equal to 4 സെന്റിമീറ്റർ വരയ്ക്കുക, ആറിന് 6 സെന്റിമീറ്ററും വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് കണക്ട് ചെയ്യും. എന്നിട്ട് എന്ത് മാർക്ക് ചെയ്യും? ഇവിടെ 4, ഇവിടെ 6, ഇവിടെ എത്രയാ? 5, ഇവിടെ 5.5 സെന്റിമീറ്ററിന് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ട ഫിഗർ നമ്മൾ വരച്ചു. ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം എന്ത് ചെയ്യും? റഫ് സ്കെച്ച് വരയ്ക്കും. റഫ് സ്കെച്ച് വരച്ചാൽ നമുക്ക്
ഫൈനൽ സ്കെച്ചിലേക്ക് എത്താൻ പറ്റും. അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് റഫ് സ്കെച്ച് വരയ്ക്കുന്നത്. അത് മാത്രമല്ല ആൻസർ ഷീറ്റ് കറക്റ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം റഫ് സ്കെച്ച് വരയ്ക്കുന്നത്. റഫ് സ്കെച്ച് വരയ്ക്കുക, സ്റ്റെപ്പ് എഴുതിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ചിത്രം വരയ്ക്കുക. സ്റ്റെപ്പ് എഴുതാതെ ചിത്രം വരയ്ക്കരുത്, സ്റ്റെപ്പ് എഴുതിക്കൊണ്ട് നമ്മൾ ചിത്രം വരയ്ക്കുക.